നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് നടന്നു. അന്തിക്കാവ് പുത്തൻകോവിലകം കടവ് റോഡിലെ കലുങ്ക് ബലക്ഷയത്തിലാണെന്ന് ആശങ്ക. പെരിങ്ങോട്ടുകര വാഗാബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ രാധേട്ടൻ മെമ്മോറിയൽ മൂന്നാമത് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. വാർത്തകൾ തുടരുന്നു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തികളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം തന്ത്രി ചെറുകുന്നമന വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീകോവിലിൽ സ്ഥാപിക്കാനുള്ള ഉത്തരത്തിന്റെ പൂജ നടന്നു. മേൽശാന്തി ശങ്കർ, കീഴ്ശാന്തി ദാമോദരൻ എമ്പ്രാന്തിരി എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നമസ്കാര മണ്ഡപത്തിലേക്ക് ആനയിച്ചു. ഒൻപത് മണിയോടെ നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ മുഖ്യാചാരി എളവള്ളി ശിവദാസിന്റെ നേതൃത്വത്തിൽ ഉത്തരം ഉയർത്തി സ്ഥാപിച്ചു. തുടർന്ന് സമർപ്പണ മണ്ഡപത്തിൽ ഗൃഹശാന്തി ഹോമം നടന്നു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് വാസ്തുപൂജ, ഭഗവത് സേവ എന്നിവയുമുണ്ടായി. ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് PH ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ EC അനിൽ, മാതൃവേദി പ്രസിഡന്റ് വിജയ പ്രഭാകരൻ, ഇൻഫർമേഷൻ ഓഫീസർ തുളസി മോഹനൻ, സമിതി അംഗങ്ങൾ, മാതൃവേദി പ്രവർത്തകർ, ക്ഷേത്രം ജീവനക്കാർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ശ്രീകോവിൽ, കൊടിമരം, നമസ്കാര മണ്ഡപം, ഉപദേവന്മാരുടെ ക്ഷേത്രങ്ങൾ, നടപ്പുര, ചുറ്റമ്പലം, അമ്പലക്കുളം, ദേവസ്വം ഓഫീസ്, ഊട്ടുപുര, ഗോപുരം, ചുറ്റുമതിൽ എന്നിവയാണ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നവീകരിക്കപ്പെടുന്നത്. 5 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായാണ് 1.5 കോടി രൂപ ചെലവാക്കി ശ്രീകോവിൽ പുതുക്കി പണിയുന്നത്. ഏങ്ങണ്ടിയൂർ ശ്രീ സുബ്രഹ്മണ്യ ശാസ്താമംഗലം ക്ഷേത്രത്തിൽ തൈപ്പൂയ ആറാട്ട് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഉഷപൂജ, അഭിഷേകം, കാഴ്ചശീവേലി. രാവിലെ 10 മുതൽ വിവിധ മേഖലകളിൽ നിന്നുള്ള കാവടിയാഘോഷം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, തുടർന്ന് ആറുകെട്ടി ശ്രീ വിഷ്ണുമയ ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, വൈകിട്ട് ദീപാരാധന, ആറാട്ടുബലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി NV ബൈജുരാജ്, മുനമ്പം വേലുണ്ണി ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ
ശീവേലി എഴുന്നള്ളിപ്പ്, കലശാഭിഷേകം, കാവടിയാട്ടം, ശിങ്കാരിമേളം, നാദസ്വരം, ഉച്ചയ്ക്ക് പ്രസാദവൂട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, അത്താഴപൂജ, ഭസ്മാഭിഷേകം, മഹാഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം മേൽശാന്തി ടി കെ സുധൻ ശാന്തി മുഖ്യകാർമ്മികനായി. ക്ഷേത്രം മുഖ്യ രക്ഷാധികാരി പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, സെക്രട്ടറി എൻ സിദ്ധപ്രസാദ് മാസ്റ്റർ, ട്രഷറർ കെ ശ്രീരാമൻ, അഭിമന്യു മയൂർ, EVN പ്രേംദാസ്, ഷാജി പുളിക്കൽ, രാമദാസ് ചുക്കൂട്ട്, മണികണ്ഠൻ ഒളവട്ടത്ത്, പ്രതാപൻ വിങ്ങാലി, പ്രേമ ശശിധരൻ, സുകുമാരി മോഹനൻ, ഗിരിജ പ്രസാദ്, തങ്കമണി ത്രിവിക്രമൻ, സജി ഷാജി, വിമല പ്രതാപൻ, അംബിക ടീച്ചർ വാഴക്കുളത്ത്, ലക്ഷ്മി തിലകൻ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മണപ്പുറം വയോജന ക്ഷേമ സമിതിയുടെ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. സമിതിയുടെ 14ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിയമസഭാ സാമാജികനുള്ള ഡോക്ടർ BR അംബേദ്കർ പുരസ്കാരം കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിന് MLA സമ്മാനിച്ചു. വലപ്പാട് റൂറൽ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം അധ്യക്ഷത വഹിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനും പ്രവാസി വ്യവസായിയുമായ ബിജു പുളിക്കൽ, മികച്ച അധ്യാപകരായ CK ബിജോയ് മാസ്റ്റർ, PS സൈനുദ്ദീൻ, മികച്ച വ്യവസായ സംരംഭകൻ സഞ്ജീവ് കുന്നുങ്ങൽ, മികച്ച കർഷകൻ സജീവ് CB എന്നിവർ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. CC മുകുന്ദൻ MLAയുടെ ജീവചരിത്രം, വിശപ്പും വിവേചനവും നിയോജക മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് മുഖ്യാതിഥിയായിരുന്ന കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ KK വിഷ്ണുഭാരതീയ സ്വാമികൾ വിതരണം ചെയ്തു. PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, കിഷോർ വാഴപ്പള്ളി, നാട്ടിക SN കോളേജ് മാനേജർ PK പ്രസന്നൻ, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ, PSP നസീർ, മുൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷജിത് പള്ളത്ത്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് അംഗം TC ഉണ്ണികൃഷ്ണൻ, ബിജോയ് PS, തങ്കമണി KK, വത്സല രവീന്ദ്രൻ, സബിത സുനിൽ, സബിത ബൈജു, ദമയന്തി KK, ബേബി മോഹൻദാസ്, യൂസഫ് എന്നിവർ സംസാരിച്ചു. രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് രാജ്യത്തിന്റെ ഭരണഘടന ശില്പിയാണ് എന്നുകൂടി നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഭരണഘടനയുടെ ആമുഖം, അതിന്റെ പ്രിയാമ്പിൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം എല്ലാം വായിച്ചിരിക്കേണ്ടതാണ്. ആ ഭരണഘടന മുറുകെ പിടിക്കാതെ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, മതനിരപേക്ഷത, നീതി, ഇതെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഭരണഘടന നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ ഓർമ്മ നമ്മളെല്ലാം മുന്നോട്ട് നയിക്കുന്നതിന് നമുക്ക് കഴിയും. തളിക്കുളം കൈതയ്ക്കൽ തൊഴുത്തുംപറമ്പിൽ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ട് ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച രാവിലെ ഗണപതി ഹവനം, തുടർന്ന് വിശേഷാൽ പൂജകളും, തുടർന്ന് മൂത്ത കൈമൾക്ക് രൂപക്കളം നടന്നു. വൈകിട്ട് ചുറ്റുവിളക്ക്, ദീപാരാധന, തുടർന്ന് താലമേള വാദ്യഘോഷത്തോടെ
വിഷ്ണുമായ സ്വാമിക്ക് രൂപകളം, പ്രസാദവൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രിമാരായ നാരായണൻകുട്ടി, ചേരിമല ബൈജു ശാന്തി എന്നിവർ ക്ഷേത്രം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ രക്ഷാധികാരി TK ഷൺമുഖൻ, പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ TU, സെക്രട്ടറി സഹദേവൻ TG, ട്രഷറർ സുരേഷ് TR, രാമദാസ് TV, സുധീഷ് TS, പ്രേമൻ TS, പ്രഹ്ലാദൻ TV, ദിലീപ് TS, രാജൻ TP എന്നിവർ നേതൃത്വം നൽകി. കയ്പമംഗലം കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ഭഗവതി മഹാക്ഷേത്രത്തിലെ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് വരുണപൂജയും മീനൂട്ടും നടത്തി. കമ്പനിക്കടവ് കടപ്പുറത്ത് നടന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുകുമാരൻ ഞാറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കലേഷ്, ക്ഷേത്രം പ്രസിഡന്റ് KK ശേഖരൻ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ മാസം 8-നാണ് ക്ഷേത്രത്തിൽ ചോതി നക്ഷത്രം ആറാട്ട് മഹോത്സവം നടക്കുക. കയ്പമംഗലം ദേവമംഗലം ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൻ ബിജു നാരായണൻകുട്ടി ശാന്തി, ക്ഷേത്രം മേൽശാന്തി സനു എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത്. തുടർന്ന് ചിന്തുപാട്ട് അരങ്ങേറി. ഞായറാഴ്ച രാത്രി 8-ന് കൈക്കുട്ടിക്കളി ഗാനമേള, തിങ്കളാഴ്ച രാത്രി 8-ന് വിവിധ കലാപരിപാടികൾ, ഫെബ്രുവരി 3-ന് രാവിലെ 8:30 മുതൽ പാൽക്കാവടി ആഘോഷം, രാത്രി 8-ന് ചിന്തുപാട്ട്, രാത്രി 8:15 മുതൽ ഭസ്മക്കാവടി, ഫെബ്രുവരി 4-ന് രാവിലെ 9:30-ന് പ്രഭാത ശിവേലി, വൈകിട്ട് 3 ഗജവീരന്മാരെ അണിനിരത്തി പകൽപൂരം, വൈകിട്ട് 7-ന് ദീപാരാധന, തകിൽമേളം, തുടർന്ന് വർണ്ണമഴ, രാത്രി 8:30-ന് തായമ്പക, രാത്രി 10 മണിക്ക് പള്ളിവേട്ട, തുടർന്ന് രാത്രിപൂരം, ഫെബ്രുവരി 5-ന് രാവിലെ 9-ന് ആറാട്ട്, തുടർന്ന് ആറാട്ട് കഞ്ഞി വിതരണം എന്നിവയാണ് പ്രധാന പരിപാടികൾ. പെരിഞ്ഞനം SSDP സമാജം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് പാൽക്കുടം എഴുന്നള്ളിപ്പ് നടത്തി. പെരിഞ്ഞനം ഈസ്റ്റ് മേഖലയുടെ നേതൃത്വത്തിൽ കൊച്ചിപ്പറമ്പത്ത് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ താളമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നു. കൊച്ചിപ്പറമ്പത്ത് ക്ഷേത്രം ശാന്തി സലീൽ പാണാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു.
കഴിഞ്ഞ 9 വർഷമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന തൃത്തല്ലൂർ വെസ്റ്റ് SKSSF സഹചാരി സെന്ററിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി മാക്കേറിന്റെ സഹകരണത്തോടെ തൃത്തല്ലൂർ വെസ്റ്റ് മുഹമ്മദിയ മദ്രസയിൽ വെച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു. മുഹമ്മദ് സാബിർ, യൂനസ് ഹനീഫ സഹചാരി അംഗങ്ങൾക്കുള്ള യൂണിഫോം വിതരണം നടത്തി. AT റഫീഖ്, AA ജാബിർ തൃത്തല്ലൂർ, പ്രതാപൻ വാലത്ത്, സന്തോഷ് വെളുത്തൂർ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അമ്മേ നാരായണ, ദേവി നാരായണ. നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 8-ാം തീയതി വൈകിട്ട് 8 മണി മുതൽ നാടിനെ ഭക്തിയിൽ ആറാടിക്കാൻ മായാമോഹനം ഭജൻസ്. മായാമോഹനം ആത്മാവിൻ്റെ ദിവ്യ സംഗീതം. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കാഞ്ഞാണി മൂന്നുംകൂടിയ ജംഗ്ഷനും തൃക്കുന്നത്ത് ക്ഷേത്രത്തിനും മധ്യേയുള്ള ഹോസ്പിറ്റൽ റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷവും കുടുംബസംഗമവും നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മെമ്പർ പ്രസന്ന മനോജ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് അനീഷ് കാഞ്ഞാണി അധ്യക്ഷത വഹിച്ചു. മെമ്പർ പ്രസന്ന മനോജിനെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലത രാജു, മേരി വിൽസൺ, ഉഷ ശ്രീകുമാർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. രക്ഷാധികാരി വിശ്വനാഥൻ കോച്ചായിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് സെക്രട്ടറി ഭരതൻ കോലാട്ട്, സുധാ ശശി, ജോസ്, കേശവൻ, സിദ്ധാർത്ഥൻ, സെക്രട്ടറി അനിൽകുമാർ ചിറയത്ത് എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന കർമ്മത്തിൽ അനുശമിച്ചതിലും അതിയായ സന്തോഷമുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഒന്നുകൂടെ എൻ്റെ നമസ്കാരം അറിയിക്കുകയാണ്. നമ്മുടെ വാർഡിൻ്റെ ഒരു അസോസിയേഷൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും അസോസിയേഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വികസന കാര്യങ്ങളും അതുപോലെ തന്നെ ക്ഷേമകാര്യങ്ങളിലും എല്ലാ സമയവും നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഞാൻ നിങ്ങളിലൊരാളായി നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ജനസേവന രംഗത്ത് ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മതജാതി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ജീവിച്ച KM അബ്ദുള്ളയ്ക്ക് വാടാനപ്പള്ളിയിലെ ജനാവലി നിറകണ്ണുകളോടെ വിട നൽകി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെമ്പർ എന്ന നിലയിൽ 4 നൂറ്റാണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. വാടാനപ്പള്ളിയുടെ വികസന കാര്യങ്ങളിൽ വലിയ കാഴ്ചപ്പാടുള്ള നേതാവായിരുന്നു അദ്ദേഹം. വാടാനപ്പള്ളിയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, വർഗീയ സംഘർഷങ്ങൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് അദ്ദേഹം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. മുസ്ലിം ലീഗ് വാടാനപ്പള്ളി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, നാട്ടിക നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നീ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
ബീഡി തെരുപ്പ് തൊഴിലാളിയായി കടുത്ത ജീവിത പ്രയാസങ്ങൾക്കിടയിൽ ചന്ദ്രിക ദിനപത്രത്തിന്റെ ഏജന്റായി ദീർഘകാലം പ്രവർത്തിച്ചു. വാടാനപ്പള്ളി സെന്ററിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സിദ്ദീഖുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ്, KA ഹാറൂൺ റഷീദ്, CPM ഏരിയ കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ മാസ്റ്റർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുബൈദ മുഹമ്മദ്, CI സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് MM മുസ്തഫ, അഷ്റഫ് വലിയകത്ത്, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് AA അബ്ദുൽ ജബ്ബാർ, ഹനീഫ AS, അബ്ദുൽ റഹ്മാൻ, BJP മെമ്പർ KS ധനീഷ്, നൌഫൽ വലിയകത്ത്, AA ബഷീർ, PM ഷെരീഫ്, CB സുനിൽകുമാർ, രജനി കൃഷ്ണാനന്ദ്, AY ഹർഷദ്, ഷാജു പണിക്കവീട്ടിൽ എന്നിവർ സംസാരിച്ചു. വാടാനപ്പള്ളി പൂശാരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ നിർമാല്യ ദർശനം, പള്ളിയുണർത്തൽ, ശ്രീലകത്ത് എഴുന്നള്ളിപ്പ്, തുടർന്ന് അഭിഷേകങ്ങൾ എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 12 മണി മുതൽ വടക്കുദേശം കമ്മിറ്റിയുടെയും ആൽമാവ് ദേശത്തിന്റെയും കാവടി വരവും വൈകിട്ട് 3:30 മുതൽ ആൽത്തറമേളവും ഉണ്ടായിരുന്നു. അന്തിക്കാട് പുത്തൻകോവിലകം കടവ് റോഡിലെ കലുങ്കിനിടയിൽ നിന്നും കരിങ്കല്ലുകൾ ഇളകി വീണത് റോഡിനെയും കലുങ്കിനെയും ബലക്ഷയത്തിലാക്കുമെന്ന് ആശങ്ക. പ്രളയത്തോടു കൂടിയാണ് അടിഭാഗത്തെ കരിങ്കൽ ഭിത്തികൾക്ക് ക്ഷതം സംഭവിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. പിന്നീട് ഓരോ വർഷക്കാലത്തും കനത്ത മഴവെള്ള കുത്തൊഴുക്കിൽ കലുങ്കിന്റെ അടിഭാഗത്തെ കരിങ്കല്ല് ചീളുകൾ കുറേശ്ശെയായി അടർന്ന് താഴേക്ക് പതിച്ചാണ് സ്ഥിതി മോശമായതെന്ന് പരിസരവാസിയായ പുതുമനക്കര അബ്ദുൾ റസാഖ് പറയുന്നു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ അന്തിക്കാട് കോൾപാട ശേഖരത്തിലെ വിളവെടുപ്പ് തുടങ്ങുമെന്നും ടൺ കണക്കിന് നെല്ല് കയറ്റി വരുന്ന വാഹനങ്ങൾ മുഴുവനും കടന്നുപോകുന്ന കലുങ്കാണിതെന്നും അതിനാൽ ബലക്ഷയം അടിയന്തരമായി തീർക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് ഇനി ഇപ്രായം ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്ത മഴയാകുമ്പോഴേക്കും ഈ ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സാധാരണ മിക്ക ആൾക്കാരും ഇത് കാണാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് അവിടെ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. മറ്റ് യാത്രക്കാർക്കൊന്നും ഇത് ശ്രദ്ധയിൽ പെടില്ല. അതുകൊണ്ട് ഇത് ഒരു പരിഹാരം കാണുന്നതാണ് വളരെ ഉത്തമം. പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ സ്നേഹം വളർത്തുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് കവിയും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. CSM സെൻട്രൽ സ്കൂളിന്റെ 41ാമത് ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണോ റംലാബികം പാടി കേട്ടിട്ടുള്ളത്? റംലാബികം പാടുന്നത് വേറെ രീതിയിലാണ്.
ചിച്ചിലെന്നും ചില ചില്ലെന്നും കാൽപദത്തിൻ്റോഷ കോശ കേട്ടി മാമലിയ പിന്തിരിഞ്ഞ് നോക്കിയിലെ. ഇതൊക്കെ വേറൊരു പാട്ടില് പൊന്നരിവാളം വിളിയിൽ കല്ലെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ. ഞാനിവിടെ നിന്നിട്ട് വേണമെങ്കിൽ ആയിരക്കണക്കിന് പാട്ടുകൾ പല കാലങ്ങളിൽ പലരും സൃഷ്ടിച്ചത് ഒരു ഭാവനയാണ്. അതൊക്കെ ഐക്യമാണ്, ഒന്നാണ് നമ്മളെന്ന് കാണിച്ചു തരുന്നത്. സംസ്കാരത്തിൻ്റെ അടിയിലേക്ക് പോയാൽ പലതായി കാണപ്പെടുന്നതും പലതായി കേൾക്കപ്പെടുന്നതും പലതായി പറയപ്പെടുന്നതും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യൻ ഒന്നാണ് ലോകത്തെവിടെയും. അതുകൊണ്ട് നമുക്ക് സംസ്കാരവും ഒന്നാണ്. ഇത് പഠിച്ചാൽ ആരെയും കൊല്ലാനും ആരെയും വെറുക്കാനും തോന്നുകയില്ല. ആ വിദ്യാഭ്യാസം കൂടി നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരണം. സ്നേഹം പഠിപ്പിക്കാൻ ഒരു മാഷും ടീച്ചറും വേണം. ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ അധ്യക്ഷയായി. പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേശ് ബാബു, വൈസ് പ്രിൻസിപ്പൽ നദീറ ജാബിർ, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, PTA പ്രസിഡന്റ് ഇർഷാദ് ഷെറ്റുവ, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, വാർഡ് മെമ്പർ നീന സുഭാഷ്, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ TK ഷാജു, LP സെക്ഷൻ HM ജിഷ ഭരതൻ എന്നിവർ സംസാരിച്ചു. അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ അവാർഡ്, വത്സ ബാലാജി മെമ്മോറിയൽ അവാർഡ് എന്നിവ സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ച കുട്ടികൾക്ക് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദായുടെ 526-ാം അമ്പ് തിരുനാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് ഇടവകയിലെ കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള പകലമ്പുകൾ ദൈവാലയത്തിൽ പ്രവേശിച്ച് സമാപിച്ചു. ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിലിന്റെ കാർമ്മികത്വത്തിലുള്ള വേസ്പര ശുശ്രൂഷയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിച്ചു. രാത്രി കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള രാത്രി അമ്പ് ദൈവാലയത്തിൽ പ്രവേശിച്ചു സമാപിച്ചു. ശനിയാഴ്ച രാവിലെ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ രാജു അക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തോലിക്ക സഭ മാസിക ഡയറക്ടർ ഫാദർ ബിൽജു വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. ഇടവക വികാരി റവറൻ ഫാദർ ജെൻസ് തട്ടിൽ സഹകാർമ്മികനായിരുന്നു. തിരുനാൾ പ്രദക്ഷിണം ദൈവാലയങ്കണത്തിൽ നിന്നും ആരംഭിച്ച് രാത്രി ദൈവാലയത്തിൽ പ്രവേശിച്ച് സമാപിച്ചു. വികാരി അച്ഛൻ ഫാദർ ജെൻസ് തട്ടിലിന്റെ ആശീർവാദത്തോടെ കൈക്കാരന്മാരായ ജോൺ ANP, ജിജോ ജോസ്, ഡെൻസൺ ഫ്രാൻസിസ്, തിരുനാൾ ജനറൽ കൺവീനർ ഷിജോ പുത്തൂർ, ജോയിന്റ് ജനറൽ കൺവീനർമാരായ ആന്റണി AA, ഡെൽഫി ജോയ്, ഇടവക PRO ജോസഫ് റാഫേൽ, വിവിധ കമ്മിറ്റി കൺവീനർമാരായ സെബി ജോർജ്, ജോസ് ആലപ്പാട്ട്, പോൾ ചാലിശ്ശേരി, ജെയ്സ് KT, വിൻസെന്റ് പല്ലിശ്ശേരി, ജെയിംസ് ചിറയത്ത്, ഷാജി ചാലിശ്ശേരി, ഫെന്നി ഫ്രാൻസിസ്, സിബി ഡേവിസ് വാഴപ്പള്ളി, നെൽസൺ എലുവത്തിങ്കൽ, സിജോ ഡേവിസ്, ക്ലിൻസ് പോൾസൺ, വിനീത് വിൻസെന്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരുനാൾ ആഘോഷങ്ങൾ ഏകോപിപ്പിച്ചത്.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ആൻഡ് പ്രീ പ്രൈമറി TTC സെന്ററിൽ കരകൗശല വസ്തുക്കളുടെയും മോണ്ടിസോറി അപ്പാരറ്റസ് ആൻഡ് ടീച്ചിങ് എയ്ഡ്സിന്റെയും പ്രദർശനം നടന്നു. അന്തിക്കാട് KGM LP സ്കൂളിൽ നടന്ന പ്രദർശനം KGM LP പ്രധാന അധ്യാപകനും മാതൃകാ അധ്യാപക ജേതാവുമായ ജോഷി D കൊള്ളന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ രേഖ PK അധ്യക്ഷത വഹിച്ചു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ അധ്യാപിക ബിനി PB വിശിഷ്ടാതിഥിയായിരുന്നു. കാഞ്ഞാണി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപികമാരായ ഉണ്ണിമായ കണ്ണൻ, കാവ്യ ഷിബു, എരുമപ്പെട്ടി ആര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അധ്യാപിക വിബിത ഗിരീഷ്, KGM LP സ്കൂൾ അധ്യാപികമാരായ ജയ, സുനിഷ, രജനി, ഗോപിക VM എന്നിവർ സംസാരിച്ചു. പാഴ്വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച വിവിധ തരം കരകൗശല പ്രദർശനം ശ്രദ്ധ പിടിച്ചുപറ്റി. അധ്യാപക ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടക്കപ്പെടുന്നത്. ഒരു വർഷക്കാലം നിങ്ങൾ പഠിച്ച എന്തൊക്കെ ചെയ്തു എന്നുള്ളത് മാർക്കിടുന്ന ഒരു ദിവസം കൂടിയാണ്. വളരെ ആശങ്കയോടുകൂടിയാണ് നിങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ടാവുക. ഞാനും ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. കമ്മീഷൻ വരികയും അതുപോലെ തന്നെ വൈവ ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഏതൊരു അധ്യാപകനായിട്ട് മാറുന്നത്. ഒരു സുപ്രധാന ദിവസമാണ് ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ കാണുന്ന കാര്യങ്ങൾ മുഴുവൻ ക്ലാസ്സിൽ പോകുമ്പോൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇന്നില്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അത് ക്ലാസ്സുകളിൽ ഇന്നിവിടെ ഈ ചെയ്തു വെച്ചിട്ടുള്ള ഈ എക്സിബിഷനൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടു കഴിഞ്ഞാൽ വളരെ കൗതുകകരം, വളരെ രസകരവുമായിട്ടാണ് ഇത് ചെയ്തത്. ഇതേപോലെ തന്നെ നമ്മൾ നാളെ പോകുന്ന ക്ലാസ്സുകളിലും ഇതുപോലെ ആയിരിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ക്ലാസ്സിലെ കുട്ടികളുടെ താല്പര്യവും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള താല്പര്യം കൂടും, സ്കൂളിലേക്ക് വരാനുള്ള താല്പര്യം കൂടും. പെരിങ്ങോട്ടുകര വാഗാബോൺസ് ക്രിക്കറ്റ് അക്കാദമി സംഘടിപ്പിക്കുന്ന 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഓൾ കേരള ടൂർണമെന്റിന് തുടക്കമായി. ഫെബ്രുവരി 15 വരെ പെരിങ്ങോട്ടുകര കാനാടി ട്രസ്റ്റ് മങ്ങാട്ട് പാടത്ത് വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 16 പ്രമുഖ ക്രിക്കറ്റ് അക്കാദമികൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്.
ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ അധ്യക്ഷത വഹിച്ചു. 14 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ കേരള നോർത്ത് സോൺ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നീരജ് ബിജു, കരാട്ടെ സബ് ജൂനിയർ ജില്ലാ ചാമ്പ്യന്മാരായ ശ്രീരാഗ് സിയാർ എന്നിവരെ യോഗത്തിൽ ആദരിച്ചു. വാഗബോൺസ് ക്രിക്കറ്റ് അക്കാദമി സെക്രട്ടറി മനോജ് എസ്, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിത്യ ബിജു, എലൈറ്റ് ക്രിക്കറ്റ് അക്കാദമി മാനേജർ ഷെൽവരാജ്, VCA രക്ഷാധികാരി ജയശ്രീ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ടൊറന്റോ എയർപോർട്ട് ടാക്സി ലിമോ, ലാൻഡ് 47, റിവറ ബൈക്ക് കനോലി റിസോർട്ട്, കനറ ബാങ്ക്, സെൻ ഓട്ടോസ്, ബ്ലൂബേർഡ് ഗ്രൂപ്പ് എന്നിവരാണ് ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർമാർ. താല്പര്യമുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് നല്ല കോച്ചിങ് നൽകിക്കൊണ്ട് മറ്റൊരു നല്ല പ്ലെയേഴ്സായിട്ട് മാറ്റേണ്ടതായിട്ടുള്ള ഒരു കടമ വളരെ കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പുറകിൽ എനിക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇതിൽ വളരെ മാനസികമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വേദി പങ്കെടുക്കുന്നത്. ഇത്രയും നമ്മുടെ കുട്ടികളെ വേറെ വഴികൾ തെറ്റായ വഴികളിലേക്ക് പോവാതെ നല്ല കായികമായിട്ടുള്ള രീതിയിലേക്ക് പിടിച്ചു കൊണ്ടുവരികയും അവരെ നല്ലൊരു നേതൃത്വ സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഈ വാഗബോൺസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇപ്പോൾ നല്ല നിലയിൽ ഇപ്പോൾ നിരഞ്ജനല്ലേ നീരജൊക്കെ ഡിസ്ട്രിക്ട് ലെവലിലേക്കൊക്കെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്നാണ്. അതാണ് ആലോചിക്കേണ്ടത്. ക്രിക്കറ്റിന് ഇത്രയും തൃശ്ശൂരൊക്കെയാണെങ്കിൽ തൃശ്ശൂരുള്ള ക്രിക്കറ്റ് ക്ലബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രാമത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് കുട്ടികൾ കളിച്ച് വളർന്ന് ഈ ഒരു കായിക വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വളരെ അതിൻ്റെ ഉന്നതിയിലേക്ക് പോകുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുക. ശ്രീനാരായണ സുദർശന സമാജം എടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് കഴിമ്പ്രം ശാഖയുടെ നേതൃത്വത്തിൽ അവാർഡ് വിതരണവും തിരുവനന്തപുരം ഡാൻസ് അക്കാദമിയുടെ രാമായണത്തിലെ സീത എന്ന ബാലയും നടന്നു. കഴിമ്പ്രം ശാഖ നിവാസികൾ SSLC +2 ഉന്നത വിദ്യാഭ്യാസി കലാകായിക മേഖല എന്നിവയിൽ പ്രാവീണ്യം തെളിയിച്ചവർക്ക് അനുമോദനം നൽകി. സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, ട്രഷറർ സുമോദ് എരണേഴത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് വാലിപ്പറമ്പിൽ, ശാഖാ പ്രസിഡന്റ് സുഗതൻ പാണ്ടാത്ത്, ശാഖാ സെക്രട്ടറി അഡ്വക്കേറ്റ് സോമദത്തൻ കരയിൽ തെക്കൂട്ട്, ട്രഷറർ ത്യാഗരാജൻ കരയിൽ തെക്കൂട്ട് എന്നിവർ ഉപഹാരം നൽകി. തളിക്കുളം പുളിപ്പറമ്പിൽ ശ്രീ ഭഗവതി ചാത്തൻ സ്വാമി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, ശീവേലി, വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് 3 ആനകളോട് കൂടി എഴുന്നള്ളിപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, പൂമൂടൽ, രാത്രി അത്താഴപൂജ, തായമ്പക, വടക്കും വാതുക്കൽ ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായണൻകുട്ടി മുഖ്യകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് ഗണേശൻ PS, സെക്രട്ടറി കിഷോർ PS, ട്രഷറർ കണ്ണൻ PS എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
വോയിസ് ഓഫ് കാരമുക്കിന്റെ പ്രതിമാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് വോയിസ് നഗറിൽ കട്ടനും പാട്ടും എന്ന സംഗീത പരിപാടി നടന്നു. സംഗീത അധ്യാപിക രമ്യ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപ്രദേശത്തെ സർഗാത്മക പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന സംഗീത വിരുന്നിൽ ഒട്ടേറെ കലാപ്രതിഭകൾ മികവ് കാട്ടി. രബീഷ്, കൃഷ്ണകുമാർ, സതീഷ് എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് മജീഷ്യൻ ആനന്ദിനെ ആദരിച്ചു. മനസ്സിന് കുളിരെടുത്ത് പൊഴിയും തീരം നല്ല അരമണിക്കിളിക്കം ആടും താളത്തിൽ നല്ല പുഞ്ചിലമ്പാട്ടം. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആസ്വദിക്കുക. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ ദിനത്തിൽ വിശേഷാൽ പൂജകളും അഭിഷേകങ്ങളും നടന്നു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് ദീപാരാധന, രാത്രി അത്താഴപൂജ, തുടർന്ന് വിളക്കിനെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി മുഖ്യ കാർമ്മികനായി, ക്ഷേത്രം മേൽശാന്തി സന്ദീപ് സഹകാർമ്മികനായി. സമാജം പ്രസിഡന്റ് അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, സെക്രട്ടറി രാജേഷ് വേളേക്കാട്ട്, ട്രഷറർ സുമോദരനെഴുത്ത്, വൈസ് പ്രസിഡന്റ് ജിതൻ ചോലയിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ ജിതേഷ് കാരയിൽ, രഞ്ജൻ എരുമത്തുരുത്തി, ബാബുരാജ് വാലിപ്പറമ്പിൽ, ജിജിൻ മച്ചിങ്ങൽ, മറ്റു സമാജം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. അന്തിക്കാട് നീലിയാർ മഠം വിഷ്ണുമായ സന്നിധിയിൽ കളമെഴുത്തുപാട്ട് മഹോത്സവം ഭക്തിസാന്ദ്രമായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഭദ്രദീപം തെളിയിച്ച് കളമെഴുത്തുപാട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ചടങ്ങിൽ തൃശൂർ നടനോപസനം കണ്ണൻ മാഷ് നൃത്താഞ്ജലി ക്ഷേത്രം സന്നിധിയിൽ സമർപ്പണം നടത്തി. രാവിലെ നട തുറക്കൽ, ഗണപതി ഹോമം, വിഷ്ണുമായയ്ക്കും പരിവാരങ്ങൾക്കും കലശാഭിഷേകം, കൂറയിടൽ ചടങ്ങ് എന്നിവ നടന്നു. ശേഷം കളത്തിലേക്ക് എഴുന്നള്ളിപ്പ്, തുടർന്ന് കളംപാട്ട് നടന്നു. ശേഷം കുട്ടിച്ചാത്തന്മാരുടെ പന്തകലശവും കോഴിവെട്ട് കുരുതിയും നടന്നു. വൈകിട്ട് സ്വാമിയുടെ കളത്തിൽ നൃത്തവും കൽപ്പനയും ഉണ്ടായിരുന്നു. തുടർന്ന് അന്തിക്കാട് കൃഷ്ണകൃപ, തളിക്കുളം രുദ്രകാളിക എന്നിവരുടെ വീരനാട്യം അരങ്ങേറി. ക്ഷേത്രപാലകൻ ബാബു കൊട്ടിയാട്ടിൽ, മേൽശാന്തി ബിനോയ് നീലിയാർ മഠം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ബാംഗ്ലൂരുവിൽ അന്തരിച്ച പ്രമുഖ വ്യവസായിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയുമായ CJ റോയിയുടെ നിര്യാണത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ടശാങ്കടവ് വ്യാപാര ഭവന് മുൻപിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. കണ്ടശാങ്കടവ് യൂണിറ്റ് പ്രസിഡന്റ് ജോയ്മോൻ പള്ളിക്കുന്നത്ത്, ജനറൽ സെക്രട്ടറി വർഗീസ് P. ചാക്കോ, ട്രഷറർ സൂരജ് PS എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ വ്യാപാരിയും നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാരനുമായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കച്ചവടങ്ങളിൽ ഉന്നതനായിരുന്ന ശ്രീ CJ റോയ് നമ്മിൽ നിന്ന് അർപ്പിച്ചു വരികയാണ്. അതിൻ്റെ ആദരസൂചകമായി കണ്ടശാങ്കടവ് വ്യാപാരി വ്യവസായികൾ ഇന്ന് സംസ്ഥാന ആഹ്വാനപ്രകാരം മെഴുകുകത്തിച്ച് അനുശോചനപ്പെടുത്തിയിരുന്നു. നാട്ടിക വെള്ളാഞ്ചേരി രാമകൃഷ്ണൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ ലീല. കമല, രവി, ശ്യാമള, സതി, സുരേഷ്, ദിനേശ് എന്നിവർ മക്കളാണ്. രാജൻ, വിജയൻ, ശശി, ജീജ, സിന്ധു എന്നിവരാണ് മരുമക്കൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് നടന്നു. അന്തിക്കാവ് പുത്തൻകോവിലകം കടവ് റോഡിലെ കലുങ്ക് ബലക്ഷയത്തിലാണെന്ന് ആശങ്ക. പെരിങ്ങോട്ടുകര വാഗാബോൺസ് ക്രിക്കറ്റ് അക്കാദമിയുടെ രാധേട്ടൻ മെമ്മോറിയൽ 3ാമത് ഓൾ കേരള ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.